കുഞ്ഞുങ്ങൾ അങ്ങനെ സ്കൂളിലേക്ക് പോകാറായി. വിദ്യാലയങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും വിധം മനോഹരമാക്കണ്ടേ? അങ്ങനെ മനോഹരമാക്കാൻ സർക്കാർ വിദ്യാലയത്തിന്റെ കെട്ടിടം നിറം പിടിപ്പിക്കാൻ കോന്നിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബിരിയാണി വിറ്റ് കാശുണ്ടാക്കി. എത്ര രൂപയാണ്, എങ്ങനെയാണ് ഇത് സ്വരൂപിച്ചത് എന്നൊക്കെ അറിയണ്ടേ? അതറിയണമെങ്കിൽ സ്കൂളിൽ അവർ ചെയ്ത ജോലികൾ തന്നെ നമുക്കൊന്ന് ആദ്യം കാണാം. ഒരേ മനസ്സ്, ഒരേ ലക്ഷ്യം, പരസ്പരം കൈകോർത്ത പ്രവർത്തനം. അതാണ് ദിവസങ്ങളായി കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് കണ്ടത്. ആദ്യം നിറം മങ്ങിയ കെട്ടിടം കഴുകി വൃത്തിയാക്കി. ഇടയ്ക്കൊക്കെ കനത്ത മഴയിലും മടി കൂടാതെ പ്രവർത്തകർ പരിശ്രമിച്ചതിന്റെ ഫലം ആദ്യമേ കണ്ടു തുടങ്ങിയിരുന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി ഉൾപ്പെടുന്ന സംഘമാണ് നവീകരണത്തിന് കൊടിപിടിച്ചത്. ഉദ്ഘാടകനായി CPM ജില്ലാ സെക്രട്ടറിയും. സംസ്ഥാനത്തിനാകെ മാതൃകയാകുന്ന വലിയൊരു പ്രവർത്തനം നടത്തിയ ശേഷമാണ് ഇതായി നമ്മുടെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. നമ്മുടെ പുതിയ കൂട്ടുകാർ ആയിരക്കണക്കിന് ഈ സ്കൂളിലേക്ക് ഒഴുകിയെത്താൻ പോവുകയാണ്. പുതിയ ഉടുപ്പും പുതിയ ചെരുപ്പും പുതിയ പാഠപുസ്തകങ്ങളും പുതിയ പേനയും പെൻസിലും എല്ലാമായി പുതിയ കൂട്ടുകാരെ തേടി എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മനോഹരമായി പെയിൻ്റ് അടിച്ച ഒരു സ്കൂളിനെ സമ്മാനിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ കോന്നിയിലെ നമ്മുടെ പ്രിയപ്പെട്ട യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾ. ധനസമാഹരണത്തിലും കൂട്ടായ്മയുടെ കരുത്താണ് കാണാനായത്. കോന്നി ബ്ലോക്ക് കമ്മിറ്റി ബിരിയാണി ചലഞ്ചിന് തീരുമാനമെടുത്തു. യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രാദേശിക തലത്തിൽ ബിരിയാണികൾക്ക് ആദ്യം ബുക്കിംഗ് സ്വീകരിച്ചു. ഒരേ ദിവസം എല്ലായിടത്തും ബിരിയാണി പാകപ്പെടുത്തി പാക്കറ്റുകളിലാക്കി വിതരണം ചെയ്തു. അങ്ങനെ സ്വരൂപിച്ചത് 2.5 ലക്ഷം രൂപ. അതാണ് സ്കൂളിനെ ആകെ കളറാക്കിയത്. വലിയൊരു പിന്തുണയാണ് PTA അതുപോലെ തന്നെ കുട്ടികളുമെല്ലാം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 2 ആഴ്ച നീണ്ടു നിന്ന ഈ പ്രയത്നത്തിന് എല്ലാവിധമായ പിന്തുണയും ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന് PTA-യും അതോടൊപ്പം തന്നെ അധ്യാപകരും കുട്ടികളുമൊക്കെ നൽകിയിട്ടുണ്ട്. നിറം പൂശാൻ വിദഗ്ധരായ തൊഴിലാളികളെ ചുമതലപ്പെടുത്തി. ഒരു കൈ സഹായമെന്ന നിലയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒപ്പം ചേർന്നു. ഇപ്പോൾ നമ്മൾ 2.5 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ സമാഹരിക്കാൻ വേണ്ടിയാണ് ആലോചിച്ചത്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം, കാലാവസ്ഥയുടെ വലിയ മാറ്റം, നമുക്ക് അത് കൂടുതൽ രൂപ ചെലവാകുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. സ്കൂൾ വളപ്പിലെ ഇതര കെട്ടിടങ്ങളെ അപേക്ഷിച്ച് നിറം പോരെന്ന് തോന്നിയ നിർമ്മിതി കളറാക്കാൻ വിദ്യാർത്ഥി രക്ഷകർതൃ സമിതിയാണ് സഹായം തേടിയത്. അതിനായി ദേശത്തെ ഒരു യുവത അവരുടെ 2 ആഴ്ചത്തെ സമയം നീക്കിവെച്ചു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, എന്തായാലും മാതൃകാപരമായ ഒരു പ്രവർത്തനം. ഇങ്ങനെയാണ്, ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഒരു നാട് ഒന്നിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതിലൊരു ഉത്തരവാദിത്തം നമുക്ക് കൂടിയുണ്ട്. ആ ഉത്തരവാദിത്തം എന്തായാലും അവർ ഗംഭീരമായി നിറവേറ്റിയിട്ടുണ്ട്. നാടിനാകെ മാതൃകയാകുന്ന നല്ല പ്രവൃത്തി. ഒറ്റ വാചകത്തിൽ ഇതിനെ ഇങ്ങനെ തന്നെ വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഏറ്റവും ഒടുവിൽ പ്രതിസന്ധിയായി വന്നത് മഴയാണ്. മഴ മാറി നിന്നിരുന്ന ചെറിയ ഇടവേളകളിലൊക്കെ തന്നെ കെട്ടിടം കഴുകി വൃത്തിയാക്കി നിറം പൂശി 2 ആഴ്ച കൊണ്ട് അവർ ജോലി പൂർത്തിയാക്കിയിരിക്കുകയാണ്. PTA-യുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ആദ്യം വെല്ലുവിളിയായി വന്നത് ധനസമാഹരണം എന്നുള്ളതായിരുന്നു. അതിന് പ്രതിവിധിയായി കണ്ടെത്തിയത് ബിരിയാണി ഉണ്ടാക്കി വിൽപ്പന നടത്തി പണം സ്വരൂപിക്കുക എന്നുള്ളതായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് 50-60 പേരെയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ ധനസമാഹരണത്തിന് അതിൻ്റെ 10 മടങ്ങ് ആളുകളുടെ സഹകരണം ഉണ്ടായിരുന്നു. ഈ നല്ല ഉദ്യമത്തിനായി ഇറങ്ങിത്തിരിച്ചപ്പോൾ സ്വമേധയാ ഇതിൻ്റെ ഭാഗമായ നിരവധി നാട്ടുകാരുണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. എന്തായാലും വലിയൊരു കൂട്ടായ്മയുടെ 1 മാസത്തിലേറെ നീണ്ട പ്രവർത്തനമാണ് ഫലപ്രാപ്തിയിലെത്തിയിട്ടുള്ളത്. അവരുടെ ഈ മഴയെ തുടർന്ന് സ്കൂൾ തുറക്കുന്നതിന് മുൻപായി പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമോ എന്നുള്ള ചെറിയ ആശങ്കകളുണ്ടായിരുന്നു. എന്നാൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പരിപൂർണമായി മോടി പിടിപ്പിക്കൽ പൂർത്തിയാക്കി. എന്തായാലും തീർച്ചയായും മാതൃകാപരമായ ഒരു പ്രവൃത്തി. ഇപ്പം നാളെ സ്കൂൾ തുറക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഹാപ്പിയായി ആ കളർഫുൾ ആയിട്ടുള്ള സ്കൂളിൽ പോയിരുന്നു പഠിക്കാം.